ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാ മിനിസ്ട്രിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിലൊരു സാക്ഷ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വചനത്തിലൂടെ വചനം തന്നെ പറയാനാണ് എല്ലാ വീഡിയോസും ഞാൻ വചനം പറയാമെന്നാണ് വിചാരിച്ചിരുന്നത്. എനിക്ക് കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇടപെടുവാനിടയായി തീർന്നു. ഈ ജീവിതത്തിൽ ദൈവം തന്നതിനെ ഞാൻ എന്ത് ചെയ്യണം? സാക്ഷീകരിക്കണം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു സാക്ഷ്യങ്ങളും കേൾക്കാം, അല്ലേ? ഇടയ്ക്കൊക്കെ നമുക്കൊരു സാക്ഷ്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. അതിന് ആധാരമാക്കി തന്നെ നമുക്കൊരു വചനം വായിച്ചേക്കാം. സങ്കീർത്തനങ്ങൾ 18:46. യഹോവ ജീവിക്കുന്നു, എൻ്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. അതെ ദൈവമക്കളെ, നമ്മുടെ യഹോവ ജീവിക്കുന്നു, എൻ്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, നമ്മൾ ആരാധിക്കുന്ന ദൈവം, ഹല്ലേലൂയ, നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ആരാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഏത് സാഹചര്യങ്ങളിൽ, നമുക്കറിയാം, എല്ലാ സാഹചര്യങ്ങളും എതിരായാലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ, നമ്മുടെ ദൈവം. കാരണം അവൻ ജീവിക്കുന്നു. യഹോവ ജീവിക്കുന്ന കാലത്തോളം, അല്ലെങ്കിൽ യഹോവ എന്നേക്കും ജീവിക്കുന്നു, അല്ലേ? യഹോവ ജീവിക്കുന്നുകൊണ്ട് നീ ഒരു നാളും ലജ്ജിച്ചു പോകാൻ, ഒരു സാഹചര്യത്തിൽ നിന്നെ ഉപേക്ഷിക്കാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഞാൻ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ അതായത് കഴിഞ്ഞ വർഷത്തിന് അവസാനം ഡിസംബർ ലാസ്റ്റ് 3 കാലം ഉപവാസം എടുക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. 3 ദിവസം ഉപവാസത്തിൻ്റെ ഇടയ്ക്ക് അതിനുശേഷം, അതായത് ആ ഉപവാസം കഴിഞ്ഞ്, ആ ഉപവാസം കുറച്ചും കൂടെ ദൈവത്തോട് അടുക്കുവാൻ എനിക്ക് ദൈവം എനിക്ക് കൃപ നൽകി. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ഉപവാസം എല്ലാം കഴിഞ്ഞ്, എനിക്കൊരു ട്വിൻ സിസ്റ്ററും ഉണ്ട്. ഞങ്ങൾ 2 പേര്. ഹല്ലേലൂയ. ഉപവാസം കഴിഞ്ഞിട്ട് അവളൊരു സ്വപ്നം കാണുവാനിടയായി തീർന്നു. എന്താണ്? ഒരു ഉപവാസം കൂടെ, അതായത് ഇനി ഒരു 21 ദിവസം കൂടെ ഉപവാസം എന്നൊരു ചിന്ത ദൈവത്തിൻ്റെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നം അവൾ കാണുവാനിടയായിട്ട് ഒരു ദർശനം ദൈവമൊക്കെ നൽകി. ഹല്ലേലൂയ. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാനും ഇങ്ങനെ ഒരു ഉച്ചയ്ക്ക് കുറച്ച് നേരം ഉറങ്ങിയ ടൈമിൽ ദൈവം എനിക്കും ഒരു സ്വപ്നം തരുവാനിടയായി തീർന്നു. ഇങ്ങനെ ഞാനൊരു സ്വപ്നമല്ല, ഒരു ദർശനത്തിലൂടെ ഞാനിങ്ങനെ കേൾക്കുവാനിടയായി തീർന്നു. വലിയൊരു ഉപവാസം. ഹല്ലേലൂയ. അപ്പം ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഓർത്തു, ദൈവം എന്തോ ഉപവസിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങൾ 2 പേരും തീരുമാനിച്ച് 21 ദിവസം ഞങ്ങൾ ഉപവസിക്കുവാനിടയായി തീർന്നു. അതായത് ഒരു നേരം, വൈകിട്ട് ഒരു നേരം ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഫുള്ളല്ല, 21 ദിവസം വൈകിട്ട് ഒരു നേരം മാത്രം കഴിച്ച് ദൈവത്തിൻ്റെ സന്നിധി അത് സമർപ്പിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വലിയൊരു ഉപവാസക്കാരി അല്ലെങ്കിൽ പ്രാർത്ഥനക്കാരിയാണെന്ന് നിങ്ങളെ അറിയിക്കുവാനോ ബോധിക്കുവാനല്ല ദൈവമക്കളെ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ യഹോവ ജീവിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു വലിയൊരു സാക്ഷ്യം തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം അറിയുവാൻ വേണ്ടി അത് നിങ്ങളെ ഒന്നും കൂടെ ഒന്ന് ബലപ്പെടുത്തും, അല്ലേ? ഒരു സാക്ഷി മറ്റൊരു സാക്ഷി എന്ത് ചെയ്യും? ഉളവാക്കും. ഹല്ലേലൂയ. മറ്റൊന്നിനുമല്ല, ദൈവം ജീവിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ നിങ്ങൾ കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ഒരു ഉറപ്പ് വരും, ഒരു ക്രിസ്തുവിൽ ഉറയ്ക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ദൈവസന്നിധിയിൽ തീരുമാനിച്ചതുപോലെ ഞങ്ങൾ എന്ത് ചെയ്തു? 21 ദിവസം ദൈവസന്നിധി ഉപവസിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. അതിൻ്റെ ഏകദേശം ഒരു അവസാന ദിവസങ്ങൾ എടുത്തപ്പോൾ ഹല്ലേലൂയ. അതായത് ഞാൻ ഡ്യൂട്ടി നേഴ്സാണ്. അപ്പോൾ ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി, അത് കഴിഞ്ഞ് വീണ്ടും നൈറ്റ് ഷിഫ്റ്റ്. അതിൻ്റെ ഇടയിലാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ ടൈം കിട്ടുന്നുള്ളൂ. നമുക്കറിയാം, ഉപവാസം എന്ന് പറയുമ്പോൾ നമ്മൾ അതുപോലെ വേർതിരിച്ചെടുക്കണം. വല്ല വേർതിരിവോടുകൂടെ നമ്മൾ ദൈവസന്നിധി ഇരിക്കേണ്ട ഒരു കാര്യം. പക്ഷേ എനിക്കത് എന്ത് ചെയ്യില്ല, അന്ന് ഉപവസിക്കാൻ എനിക്ക് ഡ്യൂട്ടി കാര്യങ്ങളും ഉള്ളത് കൊണ്ട് അതൊന്നും ഞാൻ കാര്യമാക്കാതെ വേണം എനിക്ക് കിട്ടുന്ന സമയം ദൈവസന്നിധി. അങ്ങനെ ഞാൻ കുറേ പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ചുമ്മാ ഒന്ന് കടന്ന്, എനിക്ക് ഉപവസിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപവാസം ഇരിക്കുമ്പോൾ കടക്കുവാൻ ഇഷ്ടം. അതായത് ഒരു 10 മിനിറ്റ് ഒന്ന് കണ്ണടച്ചു. കാരണം എനിക്കിങ്ങനെ കിടക്കുമ്പോൾ ഒന്നെങ്കിൽ ദൈവം എന്നോട് സംസാരിക്കും, അല്ലെങ്കിൽ ദർശനങ്ങൾ തരും. അങ്ങനെ എനിക്കൊരു ഇഷ്ടം. അങ്ങനെ അതിന് വേണ്ടി ഞാൻ ചിലപ്പോൾ ഉറങ്ങണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഇച്ചിരി നേരം ഇങ്ങനെ കിടക്കും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞാനൊരു 10 മിനിറ്റ് കടന്ന ശേഷം ദൈവത്തിൻ്റെ ആത്മാവ്, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, സ്തോത്രം, എൻ്റെ റൂമിൽ വലിയൊരു കാറ്റ്, അതായത് ഞങ്ങളിങ്ങനെ കർട്ടൻ ഇട്ടിട്ടുണ്ട്. ആ കർട്ടനൊക്കെ ഇങ്ങനെ അതുപോലെ ആടുന്ന സ്വപ്നത്തിനകത്തൂടെ, ആമേൻ, സ്തോത്രം, ഞാനിങ്ങനെ അറിയുവാനിടയത്തിട്ട് ഇങ്ങനെ കാറ്റ് എന്ത് ചെയ്ത് ഇങ്ങനെ അടിച്ച് ഭയങ്കര രീതിയിൽ കർട്ടനൊക്കെ ഇങ്ങനെ കിടന്ന് ആടുവാണ്. ഹല്ലേലൂയ. വലിയൊരു കാറ്റ് വരുവാനിടയായി തീർന്നത്. കഴിഞ്ഞപ്പോൾ ഞാൻ കടന്നുറങ്ങുന്നതിൻ്റെ അവിടെ വലിയൊരു വെളിച്ചം, ഒരു വെള്ള, ഒരു വൈറ്റ്
ലൈറ്റായിട്ടുള്ളൊരിത്, പൂർണ്ണമായി നമുക്കൊന്നും കാണുവാൻ കഴിഞ്ഞില്ല, ഒരു പ്രകാശം. അത് കഴിഞ്ഞ് അതെൻ്റെ ഇവിടെ വന്ന് എൻ്റെ ഞാൻ കിടക്കുന്ന തലയുടെ ആ സൈഡിലായിട്ട്, ഹല്ലേലൂയ, ആ സൈഡിലായിട്ട് ഞാനൊരു ശബ്ദം കേൾക്കുവാനിടയായി തീർന്നു. സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾ പ്രാർത്ഥിച്ച സമസ്ത വിഷയത്തിന് നടുവിൽ നിനക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. അതുപോലെ മൂന്നാല് ഞാൻ ഏത് വിഷയത്തിനാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ഉപവസിച്ചു കൊണ്ടിരുന്നത്, അതിനെല്ലാം മറുപടി ഓരോന്നോരോന്നാ ദൈവം ഇങ്ങനെ എന്നോട്, ആ ദൈവദൂതൻ എന്നോട് സംസാരിക്കുവാനിടയായി തോന്നുന്നു. ശബ്ദം ഞാനിങ്ങനെ കേൾക്കും. എനിക്ക് വലിയൊരു അനുഭവമാണ്. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ അതുണ്ട്. അതെൻ്റെ മാത്രമല്ല ദൈവമക്കളെ, അതുപോലെ എൻ്റെ ട്വിൻ സിസ്റ്റർ ഇതുപോലെ തന്നെ ഉപവാസത്തിന് ഇടയ്ക്ക് കുറിച്ച് കടന്നപ്പോൾ ഇതേ അനുഭവം അവൾക്കും ഉണ്ടാകുവാനിടയായി തീർന്നു. ഈ ശബ്ദം തന്നെ, ഹല്ലേലൂയ, നിങ്ങൾ പ്രാർത്ഥിച്ച സമസ്ത വിഷയത്തിൽ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു. അതുപോലെ ഞാൻ ഇതിലേക്ക് അതെല്ലാം ദൈവം ഇങ്ങനെ എനിക്ക് കേൾക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. വലുതായിട്ട് വലിച്ചു നീട്ടുന്നില്ല, നമ്മുടെ മുമ്പിൽ കുറച്ച് സമയമേ ഉള്ളൂ. അതുപോലെ തന്നെ അത് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന ഇരിക്കുന്നത്, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തിൽ അവിടെയോട്ട് ഇങ്ങനെ നടക്കുക, എന്നിട്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ എടുത്ത് അതിങ്ങനെ എടുക്കുന്നതായിട്ട്, അത് കൊണ്ടുപോകുന്നതൊക്കെ നമുക്ക് ഫീൽ ഇടയാച്ചു. ഇതേ അനുഭവം തന്നെയാണ് എൻ്റെ സിസ്റ്ററിനും ഉണ്ടാകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, എന്നിട്ട് അതേ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്നതാട്ടോ ഒക്കെ ഒരു വല്ലാത്തൊരു നല്ലൊരു അനുഭവം ഉണ്ടാകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. യഹോവ ജീവിക്കുന്നു. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, ദൈവം എന്താണ്? ജീവിക്കുന്ന ഒരു യഹോവയാണ്. ഞങ്ങളുടെ രണ്ടുപേരും ജീവിതത്തിൽ അത് ദൈവത്തോട് ഒത്തിരി അടുപ്പിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. ഹല്ലേലൂയ. ഉപവസിക്കുമ്പോഴൊക്കെ പലപ്പോഴും ദൈവത്തിൻ്റെ ഇങ്ങനെ എന്ത് ചെയ്ത് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു വട്ടം ഞാൻ 3 ദിവസം അത് എനിക്ക് ശേഷം ലാസ്റ്റ് ഡേയ്സ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാനിങ്ങനെ 3 ദിവസം എൻ്റെ ഒരു വലിയൊരു കഷ്ടതയിലൂടെ ഞാൻ പോയി. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ചില നിന്ദകൾ ആഞ്ഞടിക്കുവാൻ, ജോലി മണ്ഡലങ്ങളിലാണെങ്കിൽ അന്നേരമൊക്കെ ഞാൻ ദൈവസ്ഥലത്ത് ഒരു 3 ദിവസം ഉപവസിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. ആ ഉപവാസത്തിൻ്റെ സെക്കൻഡ് ഡേയിലല്ല, ഫസ്റ്റ് ഡേയിലും സ്തോത്രം. എനിക്ക് കുറച്ച് ശാരീരികമായിട്ടൊരു തളർച്ച പോലെ, അതായത് നമ്മൾ ഇങ്ങനെ ഇരിക്കും, ഡ്യൂട്ടിയും കൂടെ ഉള്ളതുകൊണ്ട് ഒരു ചെറിയൊരു ക്ഷീണം പോലെ വരുവാനിടയായി തീർന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ദൈവത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് കടന്നപ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ കയ്യിലേക്ക് ഒരു പാത്രം നൽകുവാണ്. സ്തോത്രം. ആ പാത്രത്തിൻ്റെ അകത്ത് ചോറെന്ന് പറയുമ്പോൾ ഫുൾ ചോറില്ല, 1-2 അരിയുള്ളൂ. ഞാൻ അതിലേക്ക് കൈ ഇടുമ്പോൾ അത് വർദ്ധിച്ചു വരിക, 2 ആവുന്നു, 4 ആവുന്നു. എനിക്കത് ഫീൽ ചെയ്യാൻ കഴിഞ്ഞു. എൻ്റെ സ്വപ്നത്തിനകത്തൂടെ അതെന്ത് ചെയ്തു, 1 ആവുന്നു, 2 ആവുന്നു, 4 ആവുന്നു, അങ്ങനെ വർദ്ധിച്ചു ഞാനതെടുത്ത് ഇങ്ങനെ കഴിക്കുക സ്വപ്നത്തിനകത്തൂടെ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇറച്ചി അതായത് 4-5 കഷ്ണമുണ്ട്. അത് കഴിഞ്ഞ് ഞാനത് കഴിക്കുമ്പോൾ അത് വർദ്ധിച്ചു, തൊടുമ്പോഴാണ് അത് വർദ്ധിച്ചു വരുന്ന ആ പാത്രത്തിനുള്ളിൽ. എന്നിട്ട് ഞാനിങ്ങനെ പറയുന്നുണ്ട്, ഇറച്ചിക്ക് നല്ല ടേസ്റ്റ് ആണല്ലോ, അപ്പോൾ കുറച്ചുകൂടി എനിക്ക് അതിലേക്ക് ഇട്ടുതന്നു. എന്നിട്ട് ഞാനത് കഴിക്കുവാണ്. കാരണം ഞാൻ ഇച്ചിരി ബലക്കുറവാണ്. കാരണം ദൈവം നമ്മൾക്ക് വേണ്ടി നമ്മൾക്ക് ബലം പകരുന്ന ദൈവമക്കളാണ് മക്കളെ. അതായത് ഏലിയാവിൻ്റെ കാലത്ത് ഏലിയാവിനോട് ചെയ്തത് ഏലിയാവിന് വേണ്ടി മാത്രമല്ല ദൈവമേ, ഈ തലമുറകളിലും ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യും, ചെയ്യുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ദർശനങ്ങളിലൂടെ ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നതാണ് ദൈവമക്കളെ. നമ്മൾ തളർന്നു പോകുന്ന അവസരങ്ങളിൽ പല സ്വപ്നങ്ങളിലൂടെ, പല ദർശനങ്ങളിലൂടെ ദൈവം ഇങ്ങനെ എന്നെ എന്ത് ചെയ്യും, ബലപ്പെടുത്തും. ഞാൻ കഷ്ടതയിലോ ഭാരങ്ങളിലൊക്കെ ആവുമ്പോൾ ഒന്നെങ്കിൽ ഒരു സ്വപ്നത്തിലൂടെ ആയിരിക്കും, ഹല്ലേലൂയ, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിന് അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കും ദൈവമക്കളെ. നമുക്ക് അതിൻ്റെ വില, നമ്മൾ അതുപോലെ ദൈവത്തോട് കൂടുതൽ അടുക്കും തോറും ദൈവം, നമുക്ക് വേണേൽ കഷ്ടത വരും, പക്ഷെ അതിൻ്റെ നടുവിലും ഇല്ലേ ദൈവമക്കളെ, നമുക്കൊരു കഷ്ടം വരുമ്പോൾ നമ്മൾ ഇട്ടേച്ച് പോകുന്നവരല്ല. മനുഷ്യന് പറയാം, എനിക്ക് ഇത്രയൊക്കെ നിങ്ങളെ സഹായിക്കാൻ കഴിയുള്ളൂ, എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, സഹായിക്കാൻ കഴിയില്ലെന്ന് മനുഷ്യർ പറയും. ഹല്ലേലൂയ. നമ്മൾ ഇട്ടേച്ച് പോകുന്ന സാഹചര്യം, പക്ഷേ യഹോവ ഒരിക്കലും യഹോവ നമ്മൾ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. എത്ര പഴക്കം ചെന്ന നിൻ്റെ വിഷയമാണെങ്കിലും, എത്ര ഭാരം, ഒരിക്കലും നിനക്ക് നടക്കില്ലെന്ന് പറയുന്നതാണെങ്കിലും ഉപവസിക്ക്, ദൈവം നമ്മളോട് സംസാരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. യഹോവ എന്താണ്? ഹൃദയം, നമ്മളെ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആവശ്യങ്ങൾ പറയുക. ദൈവം നമ്മൾ അതുപോലെ എന്ത് ചെയ്യും, നമുക്ക് ദർശനങ്ങൾ തരും, വെളിപ്പാടുകൾ നൽകുക. ഹല്ലേലൂയ. അതുപോലെ തന്നെ എനിക്ക് ഇരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഹല്ലേലൂയ. വീട്ടിലാണെങ്കിലും എന്തെല്ലാം സംഭവിച്ചാലും അതെല്ലാം ദർശനങ്ങളിലൂടെ ദൈവം സംസാരിക്കുക. ഹല്ലേലൂയ. അതൊക്കെ ദൈവം ജീവിതത്തിൽ ചെയ്തു തരുന്ന ചില നന്മകളാണ്, ഏറ്റവും വലിയ നന്മകളാണ്. ചിലപ്പോൾ ഞാൻ
ചിന്തിക്കാൻ എനിക്കൊന്നുമില്ല. ചില സങ്കടങ്ങൾ നിരാശകൾ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇതൊക്കെ ആലോചിക്കും. ഹാലലൂയ, എൻ്റെ ദൈവം എത്രയോ വലിയവനാണ്. ഹാലലൂയ, ഓരോ സാഹചര്യങ്ങൾ അല്ലാതെ ഓരോ അവസരങ്ങൾ ഒരു കഷ്ടത വരുമ്പോഴും അതുവരെ മുൻകൂട്ടി അറിയിച്ചു തരുന്ന ഒരു ദൈവത്തിൻ്റെ അങ്ങനെയുള്ളൊരു ദൈവ സ്നേഹം. ഹാലലൂയ, അത് മറന്നു ജീവിക്കുവാൻ നമുക്ക് കഴിയരുത് ദൈവമക്കളെ. ദൈവം ചെയ്യുന്ന എല്ലാ ചെറുതും വലുതുമായ നന്മകളല്ലേ, ഹാലലൂയ, അതിനെല്ലാം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നന്ദിയുള്ളവരായി തീരുക. ഹാലലൂയ, അങ്ങനെ വീട്ടിലാണെങ്കിലും എല്ലാം ദൈവം എന്ത് ചെയ്യും, ഓരോ ദിവസം ചിലപ്പോൾ ഞങ്ങളെ എന്തെങ്കിലും അനർത്ഥമുണ്ട് ദൈവം അത് മുൻകൂട്ടി അറിയിക്കുക. ഹാലലൂയ, ദൈവത്തോട് അടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ദൈവം ദർശനങ്ങളിലൂടെയൊക്കെ എന്നോട് മാത്രമല്ല ടിൻ സിസ്റ്ററുണ്ട്, അവളോടും ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ഇടപെടും. ഇതേ അനുഭവം അവൾക്ക് ഉണ്ടാവാൻ ഇടയായി തീർന്നു. ഹാലലൂയ, ഒരു യോഗ്യതയില്ല. ദൈവത്തോട് ഞാൻ എപ്പോഴും ദൈവസന്നിധിയിൽ ഇതൊന്നും കാണുവാനോ ഇതൊക്കെ അനുഭവിക്കുവാനോ ദൈവ സാന്നിധ്യം അനുഭവിക്കാനോ ഒരു യോഗ്യതയില്ല കർത്താവെ. അങ്ങയുടെ ദയയും കൃപയും ഒന്ന് മാത്രമാണ്. ഹാലലൂയ, സ്തോത്രം. എന്ത് യോഗ്യത ഇരുന്നിട്ടാണല്ലേ, ഒരു യോഗ്യതയില്ലെങ്കിൽ യോഗ്യനാക്കി തീർക്കുന്ന ഒരു ദൈവ കൃപയുണ്ട്. ഹാലലൂയ, അതേ ദൈവമക്കളെ, അതുകൊണ്ട് ഈ നാളുകൾ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. ഹാലലൂയ, നമ്മളെ പൂർണ്ണമായി ഉപേക്ഷിക്കുവാൻ ദൈവം അല്പനേരത്തേക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ മറക്കുവല്ല. അവിടെ ദൈവവചനം ഉണ്ടല്ലോ, അല്പനേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചെങ്കിലും മഹാകരുണയോടുകൂടെ ചേർത്ത് കൊള്ളുക. ചില കഷ്ടങ്ങളിൽ ദൈവം മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ കഷ്ടങ്ങളില്ല ദൈവമക്കളെ, ദൈവം നമ്മുടെ കൂടെ അടുത്തുള്ളത്. ഹാലലൂയ, നമ്മളത് ആത്മാവിൽ തിരിച്ചറിയാൻ കഴിയണം. ഹാലലൂയ, സ്തോത്ര. സ്തോത്ര. ഹാലലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രയാസങ്ങളും വിഷയങ്ങളെല്ലാം ഉണ്ടാകും, എന്ത് ചെയ്യുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തോട് കൂടുതൽ അടുക്കുക, അവിടെ പിന്മാറുക, പലപ്പോഴും മനസ്സിനെയൊക്കെ പ്രയാസപ്പെടുത്തുക. അതിൻ്റെ എല്ലാം നടുവിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ദൈവത്തെ സ്തോത്രം ചെയ്യുക, നമ്മൾ സ്തുതിക്കുന്നവരായി തീരുക, ദൈവത്തോട് അടുക്കുന്നവരായി തീരുക. ഹാലലൂയ, സ്തോത്രം. നമ്മുടെ ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവമക്കളെ, പലതിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. ദർശനങ്ങളിലൂടെ, വെളിപ്പാടുകളോടുകൂടെ. സ്തോത്രം. നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് ചെയ്ത ദൈവം നമ്മുടെ തലമുറകളിൽ നമ്മുടെ ജീവിതത്തിന് ദൈവം ചെയ്യുന്ന ശക്തനാ ദൈവമക്കൾ. ആ ഒരു വിശ്വാസം നമുക്കുള്ളവരായി തീരാ. ഹാലലൂയ. അപ്പം ഇന്നത്തെ എൻ്റെ ഈ ഒരു സാക്ഷ്യം, ഇനിയും ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. ഈ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം, ആ ഉപവാസം ഇരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന വലിയൊരു അനുഭവം. സ്തോത്ര. ദൈവം എന്നെ ബലപ്പെടുത്തിയ ഒരു അനുഭവമാണ്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത്. സ്തോത്ര. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹാലലൂയ. ഗോഡ് ബ്ലെസ് യു.